1000 കോഴിക്ക് അരക്കാട. കാടമുട്ട കൊണ്ട് നമുക്കൊരു അച്ചാർ വെച്ചാലോ? അതിനായി നമുക്കൊരു 25 മുട്ട അല്പം ഉപ്പിട്ട് പുഴുങ്ങി തോട് പൊളിച്ചെടുക്കാം. വളരെ ലോലമായ തോടായതുകൊണ്ട് പൊളിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. സാധാരണ അച്ചാറിന് എടുക്കാറുള്ളത് പോലെ തന്നെ അല്പം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, സൺഫ്ലവർ ഓയിൽ, വിനാഗിരി. സിന്തറ്റിക് വിനാഗിരി അല്ല കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആപ്പിളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള വിനാഗിരിയാണേ. നമുക്കെന്നാൽ തയ്യാറാക്കിയാലോ? പാൻ ചൂടാവുമ്പോൾ 3½ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടി തീരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പുറകെ തന്നെ ഇഞ്ചിയും ഇട്ട് ചുവന്നു വരുമ്പോൾ ഉടനെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ചൂടാകുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2½ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് നമ്മുടെ കാടമുട്ടയിട്ട് മൃദുവായി ഒന്നിളക്കി 3 ടേബിൾ സ്പൂൺ വിനാഗിരി 1 കപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്തിളക്കി ഒഴിച്ചു കൊടുക്കാം. ചാറ് കുറുകുമ്പോൾ അല്പം ഉലുവാപ്പൊടിയും വിതറി ചേർത്തിളക്കി കഴിയുമ്പോൾ നമ്മുടെ കാടമുട്ട അച്ചാർ റെഡിയായി. കായം അച്ചാറിൽ നിർബന്ധമാണ്, എന്നാൽ കാടമുട്ട അച്ചാറിൽ ഞാൻ കായം ചേർക്കാറില്ല കേട്ടോ.